ഓം നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 7. നാരദന്റെ പാതിവൃത്യ പരീക്ഷയും അനസൂയയും സോമൻ, ദത്തൻ, ദുർവാസാവ് എന്നിവരുടെ ഉത്ഭവവും ഇതേക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അത്യുത്തമ വിഷ്ണുഭക്തനായ നാരദന് ത്രിദേവികളുടെ, അതായത് സരസ്വതി, ലക്ഷ്മി, പാർവതി, ഈ 3 ദേവിമാരുടെയും പാതിവൃത്യ മാഹാത്മ്യം ഒന്ന് പരീക്ഷിക്കണമെന്നൊരാഗ്രഹം തോന്നി. അതിനുവേണ്ടി അദ്ദേഹം ഒരു ഉപായവും കണ്ടുപിടിച്ചു. കുറച്ച് വെള്ളാരം കല്ലുകളുമായി നാരദൻ സത്യലോകത്ത് ചെന്നു. സരസ്വതിയെ കണ്ടു പറഞ്ഞു, ദേവി, എനിക്ക് നന്നായി വിശക്കുന്നു. ഒരു വ്രതമായി ഞാൻ ഈയിടെ ഭക്ഷിക്കുന്നത് വെള്ളാരം കല്ലുകൾ വേവിച്ചാണ്. പതിവ്രതയായ സ്ത്രീകൾക്ക് മാത്രമേ ഇത് വേവിക്കാൻ സാധിക്കുകയുള്ളൂ. കല്ലുകൾ എൻ്റെ കയ്യിലുണ്ട്. ദേവി പുണ്യവതിയും പതിവ്രതയുമാണല്ലോ, ഒന്ന് വേവിച്ചു തന്നാൽ കൊള്ളാം. എൻ്റെ പാതിവൃത്യത്തെക്കുറിച്ച് ആർക്കും സംശയം വേണ്ട. കല്ലുകൾ ഇങ്ങ് തരൂ, ഞാൻ വേവിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞ് വാണിദേവി വീണാപാണിയോട് കല്ലുകൾ വാങ്ങി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിക്കാൻ നോക്കി. വളരെ നേരം തിളപ്പിച്ചിട്ടും കല്ലുകൾക്ക് ഒരു വ്യത്യാസവും വന്നില്ല. നിരാശപ്പെട്ട് ദേവി പുറത്ത് കാത്തു നിന്നിരുന്ന നാരദരോട് ചെന്ന് പറഞ്ഞു, മുനീന്ദ്ര, ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ. പാറക്കല്ല് തിളപ്പിച്ചാൽ വേവുമോ? ഞാൻ നോക്കിയിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ ഇങ്ങ് തന്നേക്കൂ. നാരദൻ ആ കല്ലുകളും വാങ്ങി പിന്നീട് നേരെ പാർവതി സന്നിധിയിലെത്തി തൻ്റെ ആവശ്യമറിയിച്ചു. ഉമാദേവിയും കല്ലുകൾ വാങ്ങി വേവിക്കാൻ ശ്രമിച്ചിട്ട് ഫലിക്കായകയാൽ നാരദൻ അനന്തരം കല്ലുകളും കൊണ്ട് കമലാദേവിയെ ചെന്ന് കണ്ടു. വിവരം ധരിപ്പിച്ചു. ലക്ഷ്മി ദേവിയും കല്ലുകൾ വാങ്ങി വേവിക്കാൻ വളരെ പണിപ്പെട്ടു. ഫലിക്കായകയാൽ മലർമാതും മലർമകൻ തനയനെ കുറ്റം പറഞ്ഞ് കല്ലുകൾ തിരിച്ചു കൊടുത്തു. ചിരിച്ചുകൊണ്ട് നാരദൻ അവിടെ നിന്നും തിരിച്ചു. ഇനി ആരെയാണ് സമീപിക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് മുനീന്ദ്രൻ നേരെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു. അപ്പോൾ അത്രി താപസൻ അവിടെ ഉണ്ടായിരുന്നില്ല. പത്നി അനസൂയാദേവി വിരിഞ്ച തനയനെ ആദരപൂർവം സൽക്കരിച്ചിരുത്തി ആഗമനോദ്ദേശം എന്താണെന്ന് അന്വേഷിച്ചു. നാരദൻ വിവരം പറഞ്ഞ് പാറക്കല്ലുകൾ അനസൂയയുടെ കയ്യിൽ കൊടുത്തു. അനസൂയയുടെ പാതിവൃത്യ മഹാത്മ്യത്തെ പ്രഖ്യാപിക്കണമെന്ന് നാരദന് ഉദ്ദേശവും ഉണ്ടായിരുന്നു. അത്രിപത്നി തൽക്ഷണം തന്നെ ആ കല്ലുകൾ കഴുകി താൻ പതിവ്രതയാണെങ്കിൽ വേവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളത്തിലിട്ടു. തിളപ്പിക്കാൻ തുടങ്ങി. അത്ഭുതം! ആ പാറക്കല്ലുകൾ പുതുചേനക്കഷ്ണങ്ങൾ എന്ന പോലെ വെന്ത് വെണ്ണ പോലെയായി. നാരദൻ അത് വാങ്ങി ഭക്ഷിച്ചു. സന്തോഷത്തോടെ 3 ദേവികളെയും പ്രത്യേകം ചെന്ന് കണ്ട് വിവരം ധരിപ്പിച്ചു. ആരാലും സാധ്യമല്ലാത്ത കാര്യം തങ്ങളെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതിൽ അവർക്ക് കുണ്ഠിതമുണ്ടായിരുന്നില്ല. എന്നാൽ അത്രിപത്നിക്ക് അത് സാധിച്ചു എന്ന് കണ്ടപ്പോൾ അവർക്ക് അതൊരു ഈർഷ്യയും അസൂയയും ഒക്കെ തോന്നി. അങ്ങോട്ട് പത്നിമാരിൽ നിന്നും ത്രിമൂർത്തികളും ഈ വിവരം ഗ്രഹിച്ചപ്പോൾ അവർക്കും അനസൂയയോടൽപ്പം അസൂയ തോന്നി. അവളുടെ പാതിവൃത്യത്തെ ഒന്നുകൂടി പരീക്ഷിക്കണമെന്ന് കരുതി ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ 3 പേരും കൂടി യോജിച്ച് കന്ദർപ്പ സുന്ദരന്മാരായ 3 യുവമുനികളുടെ വേഷം ധരിച്ച് അത്രി മഹർഷി ഇല്ലാത്ത അവസരം നോക്കി ആശ്രമത്തിൽ ചെന്നു. അത്രി അപ്പോൾ തീർത്ഥാടനത്തിന് പോയിരിക്കുന്ന സമയമായിരുന്നു. ആഗതരായ അവധൂത മുനികൾക്ക് നൽകുവാനുള്ള ഭിക്ഷാധാന്യം എടുക്കുവാനായി അനസൂയ ആശ്രമത്തിനകത്തേക്ക് കടന്നപ്പോൾ പുറകെ യുവമുനികളും അകത്തേക്ക് പ്രവേശിച്ചു. 3 സുന്ദര തരുണന്മാരും അനസൂയയും മാത്രം ആ മുറിയിലായി. ആരെങ്കിലും ആ രംഗം കണ്ടാൽ അനസൂയയുടെ പാതിവൃത്യത്തെ ശങ്കിക്കും. മുനികൾ പറഞ്ഞു, നഗ്നരായി നിന്ന് ഭിക്ഷ വാങ്ങണമെന്നാണ് ഞങ്ങളുടെ വ്രതം. അതിനാണ് ഞങ്ങൾ മുറിക്കകത്തേക്ക് കടന്നു വന്നത്. ദേവി അത് സമ്മതിക്കണം. തൻ്റെ മുമ്പിൽ 3 യുവാക്കന്മാർ പൂർണ്ണ നഗ്നനായി നിൽക്കുന്നത് താൻ എങ്ങനെ കാണും? ഭിക്ഷ നൽകാതെ അവരെ അയച്ചാൽ അത് ധർമ്മഭ്രംശവുമാണ്. അനസൂയ ഈ വിധം ചിന്തിച്ചു കൊണ്ട് നിൽക്കവേ അവളുടെ പാതിവൃത്യ പരിശുദ്ധിയാൽ പരമാർത്ഥം മുഴുവനും നേരിൽ കണ്ടു. ഇതൊരു ചതിയാണെന്ന് അവൾ മനസ്സിലാക്കി. ഉടനെ കമണ്ഡലുവിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത്
ഇവർ 3 പേരും ശിശുക്കളായി തീരട്ടെ എന്ന് ധ്യാനിച്ചുകൊണ്ട് അവൾ ആ ജലം അവരുടെ മേൽ തളിച്ചു. അത്ഭുതം! ത്രിമൂർത്തികൾ 3 പേരും 3 ശിശുക്കളുടെ രൂപം പൂണ്ട് നിലത്ത് കിടന്ന് കൈയും കാലും തല്ലി കരയാൻ തുടങ്ങി. അനസൂയ 3 തൊട്ടിലുകൾ കെട്ടി കുഞ്ഞുങ്ങളെ അവയിലിട്ടാട്ടി കരച്ചിലകറ്റി സന്തോഷിപ്പിച്ചു. അങ്ങനെ അനസൂയ കുഞ്ഞുങ്ങളെ താലോലിച്ചു വളർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തൊരു ദിവസം നാരദമുനി വൈകുണ്ഠത്തിലും സത്യലോകത്തും കൈലാസത്തിലും ചെന്ന സമയം ത്രിമൂർത്തികളാരും അവരുടെ പരമാത്മ ദിവ്യരൂപം അവിടെ ഇല്ലെന്നറിഞ്ഞു. നേരെ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ വന്നു. ആ പൈതങ്ങൾ വിളിച്ചു പറഞ്ഞു, നാരദ, അനസൂയയുടെ പാതിവ്രത്യത്തിന് ഞങ്ങൾ അടിമപ്പെട്ടുപോയി. അത് കേട്ട് നാരദൻ തൊട്ടിലുകളിൽ മയങ്ങുന്ന ത്രിമൂർത്തികളെ തൊഴുതു വന്ദിച്ചു. ആ സമയം അത്രി മഹർഷിയും തീർത്ഥാടന യാത്ര കഴിഞ്ഞ് ആശ്രമത്തിലെത്തി. ആ ശിശുക്കളുടെ ജനനത്തെക്കുറിച്ചുള്ള കഥ അനസൂയ പറഞ്ഞപ്പോൾ അത്രി മഹർഷി അവരെ സ്വപുത്രന്മാരായി സ്വീകരിച്ചു. ജാതക കർമ്മങ്ങളും വിധിപ്രകാരം നടത്തി. അനസൂയയുടെ പാതിവൃത്യ പരീക്ഷയ്ക്ക് പോയ ഭർത്താക്കന്മാർ ശിശുക്കളായി അവളുടെ തൊട്ടിലിൽ കിടക്കുന്നു എന്നുള്ള വാർത്ത നാരദനിൽ നിന്നും ത്രിദേവികൾ അറിഞ്ഞു. അവർ 3 പേരും കൂടി അനസൂയയുടെ ആശ്രമത്തിൽ വന്നു ഭർതൃഭിക്ഷ യാചിച്ചു. അത്രിപത്നി ദേവികളെ വന്ദിച്ചു. പാദങ്ങളെ തീർത്ഥജലം കൊണ്ട് കഴുകി പൂജിച്ചു. ചെയ്തുപോയ അപരാധം ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മേൽ വെള്ളം തളിച്ച് അവർക്ക് സ്വന്തം രൂപം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ തൽക്ഷണം സ്വന്തം രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ പൈതങ്ങൾ 3 അത്രിയാൽ ജാതകർമ്മം ചെയ്യപ്പെട്ടതിനാൽ അവരുടെ അംശങ്ങൾ കൊണ്ടുള്ള പൈതങ്ങളായി അവശേഷിച്ചു. ആ സമയം ഭക്തോത്തമനായ ശ്രീ നാരദമുനിയും അവിടെ പ്രവിഷ്ടനായി. വീണാനാദം മുഴക്കി ത്രിമൂർത്തികളെ വാഴ്ത്തി സ്തുതിച്ചു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അത്രിമുനിയെയും അനസൂയയെയും വേണ്ട വരങ്ങൾ നൽകി അനുഗ്രഹിച്ചതിനു ശേഷം ദേവികളും ഒരുമിച്ച് അവരവരുടെ ലോകങ്ങളിലേക്ക് നിർഗമിച്ചു. ആ ബാലരൂപികളിൽ ബ്രഹ്മാവിൻ്റെ അംശം കൊണ്ടുള്ള കുട്ടിക്ക് സോമനെന്നും, വിഷ്ണുവിൻ്റെ അംശം കൊണ്ടുള്ള ശിശുവിന് ദത്തനെന്നും, മഹേശ്വരൻ്റെ അംശം കൊണ്ടുള്ള പൈതലിന് ദുർവാസാവെന്നും പേരുകൾ നൽകപ്പെട്ടു. ദത്തനും ദുർവാസാവും വലിയ മഹർഷികളായി തീർന്നു. അത്രിയുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ ദത്തന് ദത്താത്രേയൻ എന്ന പേരും സിദ്ധിച്ചു. ശിവാംശ സംഭൂതനായ ദുർവാസാവിന് നീ ആരോട് പിണങ്ങുന്നുവോ അവൻ്റെ പുണ്യത്തിൻ്റെയോ തപോബലത്തിൻ്റെയോ പകുതി നിനക്ക് ലഭിക്കും എന്ന് മഹേശ്വരൻ ഒരു വരവും നൽകി. ദത്താത്രേയൻ, ദുർവാസാവ്, സോമൻ എന്നീ മഹർഷി പുങ്കവന്മാരുടെ ഉത്ഭവത്തിന് യഥാർത്ഥത്തിൽ ആദി കാരണഭൂതൻ നാരദനാണ്. 7-ാം അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. 8-ാം അധ്യായം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.